ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും എന്നാണ്. ഭാല നമ്മുടെ ദേവതയാണ്, ആയുധവുമാണ്. സന്യാസിമാർ ആയുധധാരികളായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് അഖാഡകളാണ്. എന്താണ് ശരിക്കും ഈ അഖാഡകൾ എന്ന് പറയുന്നത്? കാശി ക്ഷേത്രമൊക്കെ തകർത്തു കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിന് കാശി രാജാവിന് സൈന്യബലം ഇല്ലാത്തതുകൊണ്ട് അഖാഡയെ കാശിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് കാശിയിൽ കേന്ദ്രമാക്കിയിട്ടാണ് ഇപ്പോൾ ഉത്തരഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ജൂനാഖാഡ പ്രവർത്തിച്ചു വരുന്നത്. ഹോട്ടലുകളുടെ സൗകര്യം പോലെ തന്നെ, അതായത് അറ്റാച്ച്ഡ് ബാത്റൂം, ഗീസർ, അങ്ങനെയുള്ള സംഗതികളൊക്കെ വെച്ചിട്ടുള്ള വൈഫൈ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ടെൻറ്റുകളുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളുള്ള ടെൻറ്റുകളുണ്ട്. അത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതുണ്ട്. നേരിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് റെന്റിന് ടെന്റ് ബുക്കിംഗ്. അതെ. അപ്പം അങ്ങനെ കേരളത്തിൻ്റെ ഒരു സജീവമായ പങ്കാളിത്തത്തിൻ്റെ ഒരു ചുവട് വെപ്പ് ഈ കുംഭമേളയിലുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ അതുകൊണ്ട് വരുന്നു എന്നും പറയുന്നുണ്ട്. ഇവിടെ നിന്ന് 2 മാർഗ്ഗമാണ് പ്രധാനമായിട്ടും വരാനുള്ളത്. ഒന്ന് ഫ്ലൈറ്റാണ്. ഇപ്പോൾ പ്രയാഗ്രാജ് തന്നെ എയർപോർട്ട് ഉണ്ട്. അത് പ്രയാഗ്രാജ് സിറ്റിയിൽ നിന്നൊരു 10 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററും കൂടി ഉണ്ടാവും ഈ മേള നടക്കുന്ന സംഗം ഏരിയയിലേക്ക്. അവിടേക്ക് കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റ് ഉണ്ട്. നേരിട്ടല്ല, ബാംഗ്ലൂരോ ഹൈദരാബാദോ ഒക്കെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. അതിന് തൊട്ടടുത്തുള്ള കാശി, ലക്നൗ, അയോധ്യ, ഇത് 3 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളാണ്. അവിടെ നിന്നൊരു 150-200 കിലോമീറ്ററൊക്കെ ശരാശരി പ്രയാഗിലേക്ക് ഈ ദൂരമുള്ളൂ. അത് റോഡ് മാർഗമോ ഒക്കെ വന്നു ചേരാം. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന, ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ ബോംബെയോ ഡൽഹിയോ പോലുള്ള സ്ഥലത്ത് വന്നിട്ട് പ്രയാഗ്രാജിലേക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലേക്ക് വന്നിട്ട് റോഡ് മാർഗം വരാം. ഇതാണ് എയർ മാർഗം വരിക എന്നുള്ളത്. റെയിൽ മാർഗമാണെങ്കിൽ ഇവിടെ നിന്ന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത് ഒരു ട്രെയിനാണ്, എറണാകുളം പറ്റ്ന എക്സ്പ്രസ്. അത് ശനിയാഴ്ച രാത്രി പുറപ്പെട്ട് ചൊവ്വാഴ്ച പുലർച്ചെ അവിടെ എത്തിച്ചേരുന്ന ട്രെയിനാണ്. അത് പ്രയാഗ്രാജ് ജംഗ്ഷൻ വരെ ആ ട്രെയിൻ വരും. അത് ആഴ്ചയിൽ ഒരിക്കലാണുള്ളത്. ചൊവ്വാഴ്ച രാത്രി തിരിച്ചു വരികയും ചെയ്യും. പിന്നെ കാൺപൂർ സ്റ്റേഷനിൽ എത്തുന്ന റപ്തിസാഗർ, അത് ആഴ്ചയിൽ 4 ദിവസമുണ്ട്. ഈ 2 ട്രെയിനും കൂടാതെ ഇപ്പോൾ മേള സ്പെഷ്യൽ ട്രെയിൻ, മംഗലാപുരം കാശി സ്പെഷ്യൽ ട്രെയിൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരം ഗയ സ്പെഷ്യൽ ട്രെയിൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 സ്പെഷ്യൽ ട്രെയിൻ, ഇനിയും സ്പെഷ്യൽ ട്രെയിനുകൾ വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡൽഹി ട്രെയിനിൽ കയറിയിട്ട് ഈ റപ്തിസാഗറിലാണെങ്കിൽ കാൺപൂരിൽ നിന്ന് ഒരു 150 കിലോമീറ്ററാണ് റോഡ് മാർഗം വരേണ്ടത്. അല്ലെങ്കിൽ ഡൽഹി പ്രയാഗ്രാജ് റൂട്ടിലുള്ള ട്രെയിനുകളെല്ലാം കാൺപൂർ വഴിയാണ് വരിക. ഇനി അതല്ലെങ്കിൽ ഡൽഹി ട്രെയിനുകൾ, മംഗള, കേരള തുടങ്ങിയിട്ടുള്ള സാധാരണ ഡൽഹി ട്രെയിനുകളിൽ കയറി കഴിഞ്ഞാൽ വീരാംഗന ലക്ഷ്മിബായി എന്ന് പറയുന്ന ഝാൻസി സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 6 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ നേരെ എത്താം. അല്ലെങ്കിൽ അവിടെ നിന്ന് കാൺപൂരിൽ ചെന്ന് കാൺപൂരിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് എത്താം. ഇങ്ങനെ ഇത്രയും വഴികളാണ്. ഇപ്പോൾ പ്രയാഗ്രാജിൽ ഒരു 8ഓളം റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. പ്രയാഗ്രാജ് ജംഗ്ഷൻ പ്രധാനം, പിന്നെ പ്രയാഗ്രാജ് ചെക്കോയ്, പ്രയാഗ്രാജ് രാംബാഗ്, ജൂസി, നൈനി, ഭഭാമൗ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനുണ്ട്. പിന്നെ സുബേദാർഗഞ്ച്, അങ്ങനെ അത്രയും സ്റ്റേഷനുകൾ അവിടെ ചുറ്റുവട്ടത്ത് എല്ലാം ഒരുപോലെ തന്നെയാണ്, അതിനടുത്ത് തന്നെയാണ്. ഇത്രയും റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ഏതിലേക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും എത്തിപ്പെടാം. നമ്മൾ അവിടെ എത്തിയതിനു ശേഷം അടുത്ത ഒരു പ്രശ്നമായി നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എവിടെ താമസിക്കും, അല്ലെങ്കിൽ നമുക്കുള്ള ഭക്ഷണങ്ങൾ. ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരുപാട് ടെന്റുകൾ, ഇത്തരത്തിലുള്ള ഫ്രീ അക്കോമഡേഷൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ നമ്മളെ വിളിച്ചു വരുത്തി ഭക്ഷണം തരുന്ന ഒരുപാട് ആശ്രമങ്ങളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ്? അതിൽ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് അതുപോലെ തന്നെയാണ്. അതായത് ഒരുപാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതായത് കേരളത്തിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്ഷേത്ര സമിതികൾ, സന്നദ്ധ സംഘടനകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, ഇവരെല്ലാവരും തന്നെ, പിന്നെ ആശ്രമങ്ങളും വലിയ രീതിയിലുള്ള സേവാ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വഴി കൂടെ പോകുമ്പോൾ തന്നെ അവിടെ വഴിയിൽ നിന്ന് ഭക്ഷണം തരുന്നതുണ്ട്, നമ്മളെ വിളിച്ചു കൊണ്ടുപോയി അകത്ത് ഇരുത്തി ഭക്ഷണം തരുന്നവരുണ്ട്. അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു കുംഭമേള എന്ന് പറയുന്നത് 2001 പ്രയാഗ്രാജ് കുംഭമേളയാണ്. അത് ഞാനൊരു രാത്രിയാണ് അവിടെ ചെന്നിറങ്ങുന്നത്. രാത്രി അവിടെ ചെന്നിറങ്ങുമ്പോൾ ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പല സ്ഥലത്തു നിന്നും വിളിച്ചുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിച്ചു. അതങ്ങനെ കറങ്ങി നടന്നു കഴിയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. നിറച്ച് ലൈറ്റുകളുണ്ട്, ടെൻറ്റുകളുണ്ട്. അവിടെ നിന്ന് പല സ്ഥലത്തു നിന്നും ഭജനകൾ നടക്കുന്നുണ്ട്, പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ കണ്ട് നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. അവിടെ നിന്ന് 2 കെട്ട് വൈക്കോലും 1 കെട്ട് ചാണകവരലിയുമായിട്ട് ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതെന്താണെന്ന് നോക്കുമ്പോൾ അവർ ഒഴിഞ്ഞു നിൽക്കുന്ന ഗംഗാതീരത്തിൻ്റെ സ്ഥലത്ത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 3 ലക്ഷത്തോളം ടെൻറ്റുകളാണല്ലേ, അതിൻ്റെ ഇരട്ടിയിലേറെ സ്ഥലം വിജനമായിട്ട് കിടക്കും. അങ്ങനെയാണ് ഈ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന കോടിക്കണക്കിന് ആളുകളെ, ഈ സ്നാന ദിവസങ്ങളിലേക്ക് എത്തുന്ന കോടിക്കണക്കിന് ആളുകളെ മാനേജ് ചെയ്യുന്നത് ഈ വിജനമായ ഒരുപാട് ഫ്രീ സ്പേസ് ഇട്ടിട്ടാണ്. ആ സ്പേസിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഈ തണുപ്പ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നല്ല മഞ്ഞുകാലത്താണ് മേള നടക്കുന്നത്, തണുപ്പ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വൈക്കോല് വിരിച്ച് അതിൻ്റെ മീതെ ഷീറ്റ് വിരിച്ച് ചുറ്റും ചാണകവരൽ വെച്ചിട്ട് പുകച്ച് ചൂടിന് വേണ്ടിയിട്ട് പുകച്ചിട്ട് കെടുക്കുകയാണ് ആളുകൾ. അന്ന് 5 രൂപയായിരുന്നു ഇങ്ങനെ ഒരു പാക്കേജിന്.
2 കെട്ട് വൈക്കോലും ഇതും. അപ്പം ഞാനും അതോടെ ചെന്ന് 5 രൂപയ്ക്ക് വൈക്കോലും ഇതും വാങ്ങിച്ചിട്ടാണ് 5 ദിവസം അവിടെ ഗംഗാതീരത്ത് കിടന്നുറങ്ങിയത്. അപ്പം അതുപോലെ താമസത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 4 തരത്തിലുള്ള താമസം എന്ന് പറയാം. ഒന്ന്, പ്രയാഗ്രാജ് സിറ്റിയിൽ എല്ലാ തരത്തിലുള്ള ഹോട്ടലുകളും ഉണ്ട്, നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. അപ്പം ആ ഹോട്ടലുകളുടെ ഒരു സൗകര്യം എന്ന് പറയുന്നത് പെർമനൻറ്റ് സ്ട്രക്ചറാണ്. നമുക്ക് ബാത്റൂം, ചൂടുവെള്ളം, ഗീസർ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ നമുക്ക് ഈ സംഗം ഏരിയ മണപ്പുറം വരെ വരണം. പിന്നെ അവിടെ നിന്ന് ബാറ്ററി ഓട്ടോകളിലാണ് നമുക്ക് ഈ മേള നഗരിയിൽ സഞ്ചരിക്കാൻ കഴിയുക. പിന്നെ മേള നഗരിയിൽ തന്നെ അതിൻ്റെ ഒരു അരിക് ഭാഗത്ത് ഹോട്ടലുകൾ, ടെൻറ്റുകൾ പണിതിട്ടുണ്ട്. ഏകദേശം ഹോട്ടലുകളുടെ സൗകര്യം പോലെ തന്നെ, അതായത് അറ്റാച്ച്ഡ് ബാത്റൂം, ഗീസർ അങ്ങനെയുള്ള സംഗതികളൊക്കെ വെച്ചിട്ടുള്ള, ഇപ്പോൾ വൈഫൈ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ടെൻറ്റുകളും ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളുള്ള ടെൻറ്റുകളും ഉണ്ട്. അത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാവുന്നതുണ്ട്. നേരിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് റെന്റിന് എടുക്കാം. ടെന്റ് ബുക്കിംഗ് അതെ. അത് അത്തരത്തിലുള്ള നടക്കുന്നതാണ്. അത് ഏകദേശം ഒരു 10-20ഓളം വലിയ ഗ്രൂപ്പുകൾ തന്നെ അത് ചെയ്യുന്നുണ്ട്, ചെറിയ ആളുകളും ചെയ്യുന്നുണ്ട്. അപ്പം അത് കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പം അവർ തരുന്ന സർവീസിനനുസരിച്ചിട്ട് ആ തുകയാണെന്ന് വെച്ചാൽ വലിയ രീതിയിൽ കൂടുതലാണെന്ന് പറയേണ്ടി വരും. അത്ര കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നത്തെ ഇത് മേള അതോറിറ്റി, വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ, ഇവരെല്ലാവരും ഡോർമെട്രി സൗകര്യങ്ങൾ പൊതുവിൽ തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കാറുണ്ട്. അപ്പം അത് ഫ്രീ ആയിട്ടുള്ളതുണ്ട്, ചെറിയ വാടക കൊടുക്കുന്നുണ്ട്, നോമിനൽ വാടക കൊടുക്കുന്നതുണ്ട്. അതൊക്കെ പക്ഷേ ബുക്കിംഗ് ചെയ്യാൻ പറ്റില്ല, വരുന്ന സമയത്ത് ഒഴിവിനനുസരിച്ചിട്ടാണ്. പിന്നെ ആശ്രമങ്ങളുടെ സൗകര്യങ്ങളാണ്. ആശ്രമങ്ങളുടെ സൗകര്യങ്ങൾ ഓരോ ആശ്രമത്തിൻ്റെയും വലിപ്പവും പാരമ്പര്യവും അവരുടെ ധനസ്ഥിതിയും എല്ലാം അനുസരിച്ചിട്ടാണ് അവർ ആ സൗകര്യങ്ങൾ ഉണ്ടാക്കുക. ഏറ്റവും പ്രധാനം അവിടുത്തെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്, അതാത് ആശ്രമങ്ങളുടെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവരത് നമ്മളൊരു ആസ്തികരാണ്, തീർത്ഥാടകരായിട്ട് വന്നതാണെന്നൊക്കെ അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ സൗകര്യം നമുക്ക് തരും, അവിടെ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് സാധാരണഗതിയിൽ അവിടെ ചെയ്യുക. നമ്മളത് അവിടെ എന്തെങ്കിലും നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവന, ഡൊണേഷൻ അവിടെ കൊടുക്കും. ഇപ്പം ഇത്തരം തരത്തിലാണ് താമസ സൗകര്യം. ഇത്തവണ നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു ടെൻറ്റ് സൗകര്യം ഒരുക്കുന്നുണ്ട്. അതൊരു വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളാണ്. ഒരു കോമൺ ഫെസിലിറ്റി എന്ന് പറയുന്നത് പോലെ നമ്മൾ ശബരിമല യാത്രയ്ക്കൊക്കെ വിരിവയ്ക്കുന്ന രീതിയിലുള്ള, ക്ഷേത്രങ്ങളിൽ വിരിവയ്ക്കുന്ന രീതിയിലുള്ള ഒരു സൗകര്യം നമ്മുടേതായിട്ടുള്ള രീതിയിലും നമ്മൾ ഒരുക്കുന്നുണ്ട് കേരളീയരായിട്ടുള്ള തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങ് പറഞ്ഞു കേരളീയർ വരുന്നത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കാമ്പ് എന്താണെന്ന് മലയാളികളൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. കാരണം ഈ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള വഴി തന്നെ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഈ കുംഭമേളയെ കുറിച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞു ഈ അഖാഡകളാണ് കുംഭമേളയിൽ പ്രധാനമായും. എനിക്ക് തോന്നുന്നു അതിലൊരു പ്രധാന ഭാഗം എന്ന് പറയുന്നത് അഖാഡകളാണ്. എന്താണ് ശരിക്കും ഈ അഖാഡകൾ എന്ന് പറയുന്നത്? ഈ അഖാഡ എന്ന് പറയുന്ന ശബ്ദം നമ്മുടെ മലയാളത്തിലെ കളരിക്ക് തുല്യമായിട്ടുള്ള ഹിന്ദി വാക്കാണ്. കളരി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വാൾപ്പയറ്റ് നടത്തുന്ന കളരി മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷെ പഴയ കാലത്ത് എല്ലാ വിദ്യാകേന്ദ്രങ്ങളെയും കളരി എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കൂടല്ലൂർ കളരി എന്നൊക്കെ പറയും. അവിടെ സംസ്കൃതം, വേദാന്തം, ജ്യോതിഷം എല്ലാം പഠിപ്പിക്കുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ വിദ്യാകേന്ദ്രം, ഇപ്പോൾ കഥകളി കളരി എന്ന് പറയും, കല, ശാസ്ത്രം എല്ലാം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളെ കളരി എന്ന് പറയും. അപ്പം ഏകദേശം കളരിക്ക് തുല്യമായിട്ടുള്ളൊരു വാക്കാണ് അഖാഡ എന്ന് പറയുന്നത്. അത് സന്യാസ രീതിയിൽ 2 പന്ഥാവ് പൊതുവിൽ പറയും. മഠങ്ങളിൽ നിന്നുള്ളതും അഖാഡകളിലൂടെയുള്ളതും. മഠങ്ങളിൽ നിന്ന് പറയുന്നവർ ശാസ്ത്രധാരികളാണ്, ശാസ്ത്രമാണ് അവരുടെ കയ്യിലുണ്ടാവുക. അവർ ജ്ഞാനപന്ഥികളാണ്, അറിവിൻ്റെ വഴിയിലൂടെ നടക്കുന്ന ആളുകളാണ്. അഖാഡകളിലെ സാധുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ശസ്ത്രധാരികളാണ്, ആയുധധാരികളാണ്. അവർ സാധനാപന്ഥാണ്, അവർക്ക് സാധനയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് 13 അഖാഡകളാണുള്ളത്. 13 അഖാഡകളിലെ 7 അഖാഡ സന്യാസി അഖാഡകൾ എന്ന് പറയും. ആ അഖാഡകളിൽ 6 അഖാഡകളിൽ സന്യാസിമാരും 7ാമത്തെ അഖാഡ അഗ്നി അഖാഡ ബ്രഹ്മചാരികളുമാണുള്ളത്. ഇതിൽ 6 അഖാഡകളിലെ സാധുക്കളെയാണ് പൊതുവിൽ ദശനാമി അഖാഡകളിലെ സാധുക്കളെ നാഗ സാധുക്കൾ എന്ന് പറയും. അവരാണ് നാഗ സന്യാസിമാർ എന്ന് പറയുന്നത്. പിന്നെ 3 അഖാഡകൾ വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെടുന്നവരാണ്, അവരെ വൈരാഗികൾ എന്ന് പറയും. 3 അഖാഡകൾ ഉദാസീൻ അഖാഡകളാണ്, അവർ സിഖ് ട്രഡീഷനെ കൂടി ചേർത്ത് പിടിക്കുന്ന അഖാഡകളാണ്. സിഖ് ഗുരുവിൻ്റെ മകനാണ് ആ അഖാഡകൾ 3 അഖാഡകൾ സ്ഥാപിച്ചത്. അങ്ങനെ 13 അഖാഡകളാണ് ഈ ഇതിലുള്ളത്. അതിൽ ഈ ദശനാമി അഖാഡകളെ ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഉത്തരകാശിയിൽ വെച്ചിട്ട് അനാഥരായിട്ടുള്ള ശിഷ്യന്മാർക്ക് ദീക്ഷ നൽകി. ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും എന്നാണ്. ഭാല നമ്മുടെ ദേവതയാണ്, ആയുധവുമാണ്. സന്യാസിമാർ ആയുധധാരികളായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശസ്ത്രധാരികളായിട്ടുള്ള സന്യാസിമാരാണ് അഖാഡകളിലെ സന്യാസിമാർ.
അപ്പോൾ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വന്നാൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാനാണ് അഖാഡകളെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും എന്ന് പറയും. അപ്പോൾ മാല ആ സമയത്ത് ജപിച്ചിരിക്കാൻ, സാധന ചെയ്യാൻ, ഭാല ആവശ്യമായ സമയത്ത് ആയുധം ഉപയോഗിക്കാൻ. അതിന് ശേഷം ഗുരു ദത്താത്രേയനെയാണ് ജൂനാഖാഡയ്ക്ക് ദേവതയായിട്ട് ശങ്കരാചാര്യർ കൽപ്പിച്ചത്. ദത്താത്രേയൻ്റെ ചരണപാതുകമായിട്ടുള്ള ജൂനാഗഡ്, ഗിർനാർ, ഗുജറാത്തിൽ ഗിർനാറിൽ ജൂനാഗഡാണ് നമ്മളുടെ ഒരു മൂലസ്ഥാനമായിട്ടിരുന്നിരുന്നത്. അതിനുശേഷം ഔറംഗസീബുമായിട്ടുള്ള യുദ്ധം വന്നപ്പോൾ കാശി ക്ഷേത്രമൊക്കെ തകർത്ത് കഴിഞ്ഞപ്പോൾ ആ യുദ്ധത്തിന് കാശി രാജാവിന് സൈന്യബലമില്ലാത്തതുകൊണ്ട് അഖാഡയെ കാശിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് കാശിയിൽ കേന്ദ്രമാക്കിയിട്ടാണ് ഇപ്പോൾ ഉത്തരഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ജൂനാഖാഡ പ്രവർത്തിച്ചു വരുന്നത്. പിന്നെ നിരഞ്ജിനി, നിർവാണി, അങ്ങനെ അഗ്നി, അടൽ, ആനന്ദ്, ആവാഹൻ, ഇങ്ങനെയാണ് 7 അഖാഡകളാണ് ദശനാമിയിലുള്ളത്. ഈ അഖാഡകളിലെ സന്യാസിമാർ അല്ലെങ്കിൽ നാഗസന്യാസിമാരാണ് കുംഭമേളയിൽ ആദ്യം സ്നാനത്തിനിറങ്ങുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു എന്താ പറയുക രീതി എങ്ങനെയാണ്? സ്നാനത്തിനിറങ്ങുന്ന രീതി, അതായത് ഏറ്റവും ആദ്യം സ്നാനം ചെയ്യുന്നത് നമ്മുടെ അഖാഡയാണ്, ജൂനാഖാഡയാണ്. അപ്പോൾ ആദ്യം അഖാഡയുടെ ദേവതയും ഭാലയും സ്നാനത്തിന് പോകും, ധർമ്മധ്വജത്തിൻ്റെ ഒപ്പം. നമ്മുടെ ധർമ്മധ്വജം, ഭാല, ദേവതയുടെ ദത്താത്രേയൻ്റെ പ്രതിഷ്ഠ വെള്ളിപ്പല്ലക്കിൽ. അതിൻ്റെ ഒപ്പം അഖാഡയിലെ സാധുക്കളെല്ലാവരും കാൽനടയായിട്ട് പോകും. അതിന് പുറകിൽ ശങ്കരാചാര്യന്മാരും ആചാര്യ മഹാമണ്ഡലേശ്വരും, അഖാഡയുടെ ആചാര്യ മഹാമണ്ഡലേശ്വർ, ജൂനാപീഠാധീശ്വർ എന്ന് പറയും. അതിനുശേഷം പുറകിൽ അഖാഡയുടെ ഉപദേശക സ്ഥാനം വഹിക്കുന്ന മഹാമണ്ഡലേശ്വരന്മാർ, അത് മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാരിൽ നിന്ന് മുഖ്യമായിട്ടും അല്ലെങ്കിൽ അത്ര മുതിർന്ന സന്യാസിമാരെ അഖാഡ മഹാമണ്ഡലേശ്വരന്മാരായിട്ട് അഭിഷേകം ചെയ്യുന്നതാണ്.